സ്ക്വയർ ഫീറ്റ് സ്റ്റാർട്ടിംഗ് 30 രൂപയ്ക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. സാധാ ക്ലാഡിംഗ് ബിയാൻകോ ടൈലുണ്ട്. ഇത് നമുക്ക് ഓഫറിൽ 135 റുപ്പീസിന് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയും നമുക്ക് ആ റേറ്റിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. 135 റുപ്പീസിന് നമുക്ക് ഈ വൈറ്റ് 280 നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതെല്ലാം 50 റുപ്പീസ് സ്റ്റാർട്ട് ചെയ്യും. അറിഞ്ഞാലും നമുക്കൊരു 65 രൂപ നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റം കിട്ടും. 65 രൂപ അല്ലേ? നിങ്ങൾ ടൈല് വാങ്ങിക്കുമ്പോൾ ഇതുപോലുള്ള കടയിൽ വന്ന് വാങ്ങിക്കണം കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് പുതിയ അപ്ഡേഷൻസ് കിട്ടുള്ളൂ. സാധാരണ ഡിജിറ്റൽ പ്രിന്റുകളുടെ ഡിസൈൻസ് കണക്റ്റഡ് ആവില്ല. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഈ ഡിസൈൻസ് എല്ലാം നമുക്ക് ഈച്ച് ആൻഡ് എവറി ഡിസൈൻസ് നമുക്ക് കണക്റ്റഡ് ആയിട്ട് ബുക്ക് മാച്ച് പോലെ കിട്ടും. നമുക്കിപ്പോ ഒരുപാട് ഓഫറുകൾ പല കടക്കാർ കൊടുക്കുന്നതാണ്. അപ്പൊ അതൊക്കെ ഈ പറയുന്ന പോലെ അതൊക്കെ ഒറിജിനലി കൊടുക്കുന്നതാണോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ ഉണ്ടോ? നിങ്ങൾ ഈ ഫീൽഡിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ സാധിക്കും. ഇതിപ്പോ ഞാൻ ഏകദേശം ഞാനിപ്പോ ഈ ഫീൽഡിൽ തന്നെ 10-20 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഉള്ളത് വെച്ചാൽ ഇതിനകത്ത് ഓഫറിന്റെ പിന്നാലെ പോകുന്നതിൽ വലിയ അർത്ഥമില്ല. അപ്പൊ വളരെ വ്യത്യസ്തമായ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള വാൾപേപ്പർ ടൈലുകളുടെ ലോകത്തേക്കാണ് നിങ്ങളെ ഞാനിപ്പോ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനകത്ത് കിച്ചൺ വാൾ ടൈൽ ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് കിച്ചൺ ടാഡോ ടൈൽസും ഇതിനകത്തുണ്ട്. ചേട്ടാ ഇത് കുറെ ഉണ്ടല്ലോ വ്യത്യസ്തമായിട്ടുള്ള. ഈ കാണുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിംഗ് ശൈലിയിലുള്ള ടൈലുകളാണ്. ഇപ്പൊ നൂതനമായിട്ടുള്ള വീടുകളിൽ എല്ലാവരും ഈ ഒരു മോഡൽ കൊണ്ടുപോകാറുണ്ട് അല്ലേ? ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഗ്രാനൈറ്റും മാർബിളും ടൈലുകളും വാൾ ടൈലുകളും ഒക്കെ വിൽക്കുന്ന ഒരു അടിപൊളി കടയിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ. ഞാൻ വീണ്ടും തറപ്പിച്ച് പറയുന്നു, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സാനിറ്ററി ഐറ്റംസും ഫ്ലോറിംഗ് ഐറ്റംസും വാങ്ങാനായിട്ടുള്ള ഒരൊറ്റ സൊല്യൂഷനാണ് ഈ ഒരു കട. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന കൃഷ്ണ മാർബിൾസ്. നേരെ നമുക്ക് കടയിലേക്ക് പോവാം. ഇതിനു മുന്നേ ഒരു വട്ടം ഞാൻ ഈ ഒരു കടയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഹെൽപ്ഫുൾ ആയി എന്ന് പറഞ്ഞ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 3 ഫ്ലോറിലായിട്ട് 15,000 സ്ക്വയർ ഫീറ്റ് പരന്ന് കിടക്കുന്ന വിശാലമായ ഷോറൂമാണ് നമ്മുടെ കൃഷ്ണ മാർബിൾസ്. അപ്പോൾ എല്ലാം പരിചയപ്പെടുത്താനായിട്ട് ഈ പ്രാവശ്യവും സഞ്ജയ് ചേട്ടൻ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ചേട്ടാ വെൽക്കം ടു ദി വീഡിയോ. കഴിഞ്ഞ വീഡിയോയിലും ചേട്ടൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എന്താണ് നമ്മൾ വെറൈറ്റി കൊടുക്കാൻ പോകുന്നത്? ഇപ്പൊ വെറൈറ്റി എന്ന് പറയുന്നത് ഇപ്പൊ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈലുകളിൽ ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഓഫറും കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ നമുക്കും ഓഫർ വില കുറഞ്ഞ ടൈലുകളുണ്ട്. അപ്പൊ അതിന്റെ ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ ആദ്യം വരുന്നത് ഇപ്പൊ 2x2 വിട്രിഫൈഡ് ടൈൽസ്, ഡബിൾ ചാർജ് ഡിസൈൻസ് ടൈലുകളാണ് ഇതൊക്കെ. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇതിപ്പോ 33 രൂപയ്ക്ക് നമ്മൾ ഇത് കൊടുക്കുന്ന ടൈലുകളാണ് സ്റ്റാർട്ടിംഗ് റേറ്റ്. പ്രീമിയം ക്വാളിറ്റി വിത്ത് ഗ്യാരണ്ടി ടൈലുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഓഫർ ടൈൽ മറ്റേ വൺ ടൈം ഐറ്റമോ ലോട്ട് ഐറ്റമോ ഒന്നുമല്ല, സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഒന്നുമല്ല, പ്രീമിയം ക്വാളിറ്റി ടൈലാണ്. 33 രൂപ സ്ക്വയർ ഫീറ്റിന് നമ്മൾ ഡബിൾ ചാർജ് ഡിസൈൻ, നല്ല ക്ലാരിറ്റി ഉള്ള ഫസ്റ്റ് ക്ലാസ് ഡിസൈൻ ആണ് GBT ടൈല് ഞങ്ങൾ കൊടുക്കും. ടൈൽസുകളുണ്ട്. ഇപ്പൊ ബാത്റൂം ടൈൽ കൺസെപ്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് ഉപയോഗിക്കാം, ഫ്ലോറിംഗിന് തന്നെ ഉപയോഗിക്കാം. ഇപ്പൊ ടൈലുകൾ കട്ട് ചെയ്യാറ് നമുക്ക് ഈ കൺസെപ്റ്റ് നമുക്ക് ഇതും 36 റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ തന്നെ വേറെ ഡിസൈൻസ് ഉണ്ട്, നോക്കിക്കോളൂ. പല ഡിസൈൻസ് ഈ പറയുന്ന പോലെ നമുക്കിപ്പോ ഒരുപാട് ഓഫറുകൾ പല കടക്കാർ കൊടുക്കുന്നതാണ്. അപ്പൊ അതൊക്കെ ഈ പറയുന്ന പോലെ അതൊക്കെ ഒറിജിനലി കൊടുക്കുന്നതാണോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ ഉണ്ടോ? നിങ്ങൾ ഈ ഫീൽഡിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ സാധിക്കും. ഇതിപ്പോ ഞാൻ ഏകദേശം ഞാനിപ്പോ ഈ ഫീൽഡിൽ തന്നെ 10-20 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഉള്ളത് വെച്ചാൽ ഇതിനകത്ത് ഓഫറിന്റെ പിന്നാലെ പോകുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം വെച്ചാൽ ഇപ്പൊ പലരും എവിടുന്നെങ്കിലും ഒരു കമ്പനിയുടെ കുറച്ച് ബോക്സ് 10-500 ബോക്സ് തീരാറായിരിക്കുന്ന കമ്പനിയുള്ളതൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് വില കുറച്ച് കൊടുക്കാം. അതിൽ നമുക്ക് കസ്റ്റമറോട് ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ കാണിക്കുന്നില്ല. നമ്മൾ മാർക്കറ്റിൽ അതൊരു വില കുറവെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമുക്കത് ചെയ്യാന്ന് പറ്റും. പക്ഷെ ലോങ് ടൈമിൽ അത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. കാരണം ഇതിനകത്ത് ആഫ്റ്റർ സർവീസുകൾ ചെയ്യേണ്ടതുണ്ട്. ഒരു ബോക്സ് പൊട്ടിപ്പോയി നമ്മൾ മാറ്റി കൊടുക്കണം, ഒരു ബോക്സ് ബാലൻസ് വന്ന് നമ്മൾ തിരിച്ചെടുത്ത് അവർക്ക് പൈസ കൊടുക്കണം. ഇത് ലോങ് ടൈമിൽ നമ്മൾ ഒരു കസ്റ്റമറുടെ കമ്പനിയുടെ ആയ ഒരു ബിസിനസ് ആയതുകൊണ്ട് അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല. അത് പിന്നെ കസ്റ്റമറുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഓഫർ കൊടുക്കുന്ന ജെന്യുവനായ ഒരു ആവാൻ ഒരിക്കലും ചെയ്യത്തില്ല. 4x2 GBT ടൈൽസ് ആണ് ഇപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു കളക്ഷൻ ആണ് ഇപ്പൊ ഇതിലുള്ളത്. ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 38 തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓഫർ ടൈലുകൾ, പ്രീമിയം ക്വാളിറ്റി നല്ല ടൈലുകൾ 38 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ തന്നെ ഒരു കളക്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. കളർ വേരിയേഷൻസ് 38, പിന്നെ അതിനകത്ത് കുറച്ച് 40, 42 ആ റേഞ്ചിലേക്കൊക്കെ നമുക്ക് ടൈലിന്റെ ഫിനിഷിങ്ങും ഹൈ ഗ്ലോസ് അങ്ങനെയൊക്കെ അനുസരിച്ച് മാറി വരുന്നുണ്ട്. ഈ ഹൈ ഗ്ലോസിലേക്ക് എമൗണ്ട് കൂടുതലാണോ? ഹൈ ഗ്ലോസിന് അതിനെന്ന് വെച്ചാൽ ഹൈ ഗ്ലോസ് എന്ന് വെച്ചാൽ ഇതിന്റെ കോട്ടിങ്ങിന് വരുന്ന ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ കുറച്ചും കൂടി ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും ഹൈ ഗ്ലോസിൽ വരുന്നത്. മറ്റേ നോർമൽ ഗ്ലോസ് ആയിരിക്കും വരുന്നത്. ഹൈ ഗ്ലോസ് 2 സെഗ്മെന്റ് ആണ് വരുന്നത്. പിന്നെ അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ മറ്റേ മാറ്റ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ വേറൊരു ഇതിലേക്ക് പോകും. അത് മറ്റേ നമുക്ക് കിച്ചൺ ഫ്ലോർ, മറ്റുള്ള വെള്ളം അതെ അവിടെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റ് ഫിനിഷ് ടൈലുകൾ ഉപയോഗിക്കാം. നമുക്കിപ്പോ
നോർമൽ ഗ്ലോസ് ഇവിടെ എന്ത് പ്രൈസിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? നോർമൽ ഗ്ലോസ് നമുക്ക് 38 രൂപ തുടങ്ങി പ്രീമിയം ക്വാളിറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹൈ ഗ്ലോസിലേക്ക് വരുമ്പോൾ ഹൈ ഗ്ലോസ് വരുമ്പോൾ ഒരു 42 രൂപ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫൈൻ. ഹൈ ഗ്ലോസ് കുറച്ചുകൂടി റിസ്കി ആണെന്ന് തോന്നുന്നത്. കാണാനുള്ള ഇപ്പൊ എല്ലാവരും നമുക്ക് ഈ പറഞ്ഞ പോലെ കാണാനുള്ള ഒരു ഭംഗിയും ബ്യൂട്ടി ഒക്കെ ഉള്ള നോക്കുന്നത്. ഷുവർ ഡെഫിനറ്റ്ലി. അപ്പൊ ഇവിടെയും ഈ പറയുന്ന പോലെ ഇതെല്ലാം ആ ഒരു കാറ്റഗറി തന്നെ വരുന്ന 4x2 കാറ്റഗറിയിൽ അതിനകത്ത് തന്നെ ബാത്റൂം ടൈൽ കൺസെപ്റ്റിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സിറ്റ് ഔട്ടിലേക്കും കൂടുതൽ അതിനൊക്കെ ഇങ്ങനത്തെ ടൈൽ ഉപയോഗിക്കാം. ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ ആട്ടോ. മനോഹരമായ ഒരു ബ്ലൂഷ് ടിന്റ് വരുന്ന രീതിയിലുള്ള ടൈലാണ്. അതുപോലെ ഈ ഇവിടെ ആണെങ്കിലും വളരെ മനോഹരമായ രീതിയിലുള്ള ഇതിനൊരു പ്രത്യേകത വെച്ചാൽ ഈ ടൈല് എൻഡ്ലെസ് ടൈൽ എന്ന് പറയും. ജോയിന്റ് ഫ്രീ ഇത് ഡിസൈൻസ് കണക്ട് ആയി വരുമ്പോൾ ഡിസൈൻ നമുക്ക് ഒരു ഇത് കിട്ടും, നമുക്കൊരു പാറ്റേൺ ഫോം ആവും. അതിന് എങ്ങനെയാണ് പ്രൈസ് വരുന്നത് ആ ഒരു മോഡൽ? ഇതിന് ഒരു 5 രൂപ സ്ക്വയർ ഫീറ്റ് വ്യത്യാസം വരുന്നുള്ളൂ. 5 രൂപ വ്യത്യാസം സ്ക്വയർ ഫീറ്റ് വരുന്നുള്ളൂ അല്ലേ? ഇതുപോലെ അതിന്റെ തന്നെ മറ്റൊരു മോഡലാണ് ഈ കാണുന്നത് കേട്ടോ. ഈ പറഞ്ഞ പോലെ അല്ല, അത് സാധാ ഗ്ലോസ് ആണ്. ഓക്കെ ഷുവർ. ഇതിലേക്ക് വരുമ്പോഴും ഒരുപാട് ഡിസൈൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് വൈറ്റിന്റെ ഷെയ്ഡ്സ് ആണ് നമുക്കുള്ളത്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴും നാച്ചുറൽ സ്റ്റോൺ രീതിയിലുള്ള ഇറ്റാലിയൻ മാർബിളിന്റെ ഡിസൈനിൽ തന്നെ വരുന്ന രീതിയിലുള്ള ഗ്ലോസ്, അത് നോർമൽ ഗ്ലോസ് ആണ് അല്ലേ? ഓക്കെ ഫൈൻ. ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അപ്പൊ നേരിട്ട് കാണാനായിട്ട് നിങ്ങൾ ഈ ഒരു ഷോറൂമിലേക്ക് നിങ്ങൾ വരിക. ഈ പറയുന്നത് നമ്മുടെ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എത്തിച്ചേർന്നു. നമുക്ക് റെസ്പോൺസ് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു പരസ്യത്തിന് മുമ്പ് ഞങ്ങൾ കൊടുത്തിട്ടില്ല, അങ്ങനെ പരസ്യങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല, ചെയ്തിട്ടില്ല. ഇതൊരു ഷോറൂം ഉണ്ടെന്നല്ല, 30 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഒരു ഷോറൂമാണ്. അപ്പൊ എങ്കിൽ പോലും ആ ഒരു പരസ്യ രീതിയിൽ ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇതൊരു എല്ലാവരും ഇങ്ങനെ ഷോറൂം തിരുവനന്തപുരം തുടങ്ങിയ ആൾക്കാര് ഗുരുവായൂർ, തൃശ്ശൂർ, പാലക്കാട് എല്ലായിടത്തും ഞങ്ങൾക്ക് ടൈൽസ് മാത്രമല്ല, ഈ പറയുന്ന ഒരു വീട് പണിക്ക് വേണ്ടിയിട്ടുള്ള A to Z ഐറ്റംസും നമ്മുടെ കൃഷ്ണ മാർബിൾസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ വിൽപ്പന നടത്തുന്നുണ്ട്. സാനിറ്ററി ഐറ്റംസ് തുടങ്ങി പ്ലംബിങ്ങിന് വേണ്ടിയിട്ടുള്ള A to Z ഐറ്റംസ് എല്ലാം നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽ എല്ലാ ഐറ്റംസും സിമെന്റ് കമ്പി വെച്ച ബാക്കി എല്ലാ സാധനങ്ങളും നടത്തുന്നുണ്ട്. ഇത് ഗ്രീനിൽ വന്നിട്ടുള്ള ഒരു ടൈലാണ് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. ഇതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈലാണ്. ഇവിടെ വിൽക്കുന്ന വിലയിൽ കേരളത്തിൽ വേറെ എവിടെ നിന്നും നിങ്ങൾക്ക് ഈ ഒരു ടൈല് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് പുതിയൊരു ഐറ്റം വന്നിരിക്കുന്നത് 8-4 സ്ലാബുകളാണ്. ഇതിനകത്ത് പുതിയെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇത് പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് 70 രൂപ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഈ സ്ലാബ് ഇവിടെ ലഭിക്കും. മിനിമം 120 രൂപയാണ് ഇതിന്റെ 100 റേഞ്ചിൽ നമുക്ക് മാർക്കറ്റിൽ വാല്യൂ ഉള്ള സാധനമാണ്. നമുക്ക് 70 രൂപയ്ക്ക് നമുക്ക് ഈ സാധനങ്ങൾ നമുക്കിവിടെ ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ആളുകൾക്ക് അതൊരു വലിയൊരു ഉപകാരമാണ് അല്ലേ? വലിയ സ്ലാബാണ് കിട്ടുന്നത്, 8-4 സൈസിൽ കിട്ടുന്നത്. അതെ അതെ. അതാകുമ്പോഴേക്കും നമ്മൾ ഒരു മുറിയിലോ അല്ലെങ്കിൽ വലിയ ഹാളൊക്കെ വിരിക്കുന്ന സമയത്ത് 1-2 സ്ലാബ് വെച്ചിട്ട് ഈസി ആയിട്ട് പണി അങ്ങോട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ വലിപ്പം കൂടുന്നവരും നമുക്ക് അതിന്റെ ഫിനിഷിംഗ് കാര്യങ്ങളും ഭംഗിയായിട്ട് കിട്ടും. വൈറ്റ് സ്ലാബിലാണ് കൂടുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സത്വാരി ഡിസൈൻസ് ആണ് ഉള്ളത്. സത്വാരിയോ വൈറ്റ് ഡിസൈൻസ് നമ്മൾ പൊതുവെ വരുന്ന പേരാണ് സത്വാരി ഡിസൈൻസ്. ബ്ലാക്ക് ഡിസൈൻസ് വരുന്നതിന് സത്വാരി ഡിസൈൻസ് എന്ന് പറയുന്നത്. അറിഞ്ഞാലും നമുക്കൊരു 65 രൂപ നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റം കിട്ടും. 65 രൂപ അല്ലേ? 65 രൂപ. ഈ കാണുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിംഗ് ശൈലിയിലുള്ള ടൈലുകളാണ്. ഇപ്പോൾ നൂതനമായിട്ടുള്ള വീടുകളിൽ എല്ലാവരും ഈ ഒരു മോഡൽ കൊണ്ടുപോകാറുണ്ട് അല്ലേ? അതെ. ഇതൊരു ഹൈ ഗ്ലോസ് ടൈൽ, അത് കൂടാതെ ഒരു എന്താ പറയാ എക്സ്ട്രാ ഗ്ലിറ്ററിംഗ് വരുന്ന ഒരു ടൈലാണ്. ഇതിന്റെ പ്രത്യേകത നമുക്ക് ബാത്റൂമിൽ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സിറ്റ് ഔട്ട് ഫ്ലോറിൽ ഹൈലൈറ്റ് മൾട്ടിപർപ്പസ് ആണ്. വാളിലും ഫ്ലോറും എല്ലായിടത്തും ചെയ്യാൻ പറ്റും. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതിന്റെ തന്നെ വെറൈറ്റി കളക്ഷൻസ് നമുക്ക് വേറെ ഉണ്ട്. ഈ ഡിജിറ്റൽ ടൈലുകളൊക്കെ എന്ത് പ്രൈസിലാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ സൈസ് അനുസരിച്ചാണ് ടൈലിന്റെ സൈസിനനുസരിച്ച് പ്രൈസിംഗ് വ്യത്യാസം വരുന്നത്. ഇപ്പൊ 2x2, 4x2, 160/80, 6x4 അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ടൈലുകൾ വരുന്നത്. അതിനകത്ത് തന്നെ GBT സെഗ്മെന്റിലാണ് ഈ ടൈലുകളൊക്കെ വരുന്നത്. ഗ്ലേസ്ഡ് വിട്രിഫൈഡ് എന്ന സെഗ്മെന്റിൽ. അതിനകത്ത് ഹൈ ഗ്ലോസ്, അതുപോലെ തന്നെ കാർവിംഗ്, ആ സെഗ്മെന്റ് ഓരോന്നിനും ഓരോ പ്രൈസിംഗ് ആണ് വരുന്നത്. താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയാൽ മതി. ഓരോന്നും നമ്മൾ ഇവിടെ കാണിക്കുന്ന വില ആയിരിക്കില്ല. ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ഡിസൈൻ ആൻഡ് സൈസ്. ഡിസൈൻ ആൻഡ് സൈസ് ആൻഡ് അതിന്റെ പർട്ടിക്കുലർ അതിന്റെ മോഡൽ അതിനനുസരിച്ചും റേറ്റുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴല്ലോ ഒരുപാട് പല പാറ്റേൺസ്. ഡബിൾ ചാർജ് 160/80 സൈസിൽ ഡബിൾ ചാർജ് വിട്രിഫൈഡ് ടൈൽസുകളാണ് ഈ വരുന്നത്. ഡബിൾ ചാർജ് എന്ന് പറഞ്ഞാൽ സാറ് മറ്റേ സാധാ GBT നമ്മൾ പരിചയപ്പെട്ടല്ലോ. GBT എന്ന് പറഞ്ഞാൽ മുകളിൽ കോട്ടിംഗ് ആണ് വരുന്നത്. ടൈൽ വിട്രിഫൈഡ് ബോഡിയിൽ കോട്ടിംഗ് ആണ് വരുന്നത്. ഡബിൾ ചാർജ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ പ്രിന്റ് മുകളിലുള്ള പ്രിന്റ് ഡെപ്തിൽ കുറച്ചും കൂടി അതിന്റെ ഉള്ളിലേക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഇതിന് കുറച്ചും കൂടി ഡ്യൂറബിലിറ്റിയും അതിന്റെ സ്ട്രെങ്ത്തും അതിന്റെ ലൈഫും ഒക്കെ കൂടുതൽ കിട്ടും. കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് മറ്റേ മാളുകളിൽ അല്ലെങ്കിൽ നമുക്ക്
തേയ്മാനം കൂടുതൽ വരാൻ സാധ്യത സ്ഥലങ്ങളിൽ ഡബിൾ ചാർജ് കൂടുതലും നമുക്ക് യൂസ് ചെയ്യാം. വീടുകളിലൊക്കെ GBT ആയാലും നമുക്ക് കുഴപ്പമില്ല. ഇത് മറ്റേത് പ്രശ്നമല്ല, പക്ഷെ കുറച്ചും കൂടി ലൈഫ് കൂടുതൽ കിട്ടും. അതായത് ചവിട്ട് കൂടുതൽ വരുന്ന ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടൈലുകളാണ് കേട്ടോ. അതായത് ഉള്ളിലേക്കും ഡിസൈൻസ് ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒരെണ്ണൊക്കെ പോയാലും ആ ഡിസൈൻ പോവാതെ മൾട്ടി ചാർജ് ഡബിൾ ചാർജ് എന്നൊക്കെ പറയും. ഓക്കെ, മൾട്ടി ചാർജ് ഡബിൾ ചാർജ് അല്ലേ. ഇവിടെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒരുപാട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ പറയുന്ന പോലെ ഇത് ലക്ഷറി ടൈലാ. ഇത് ഇറ്റാലിയൻ മാർബിളിന്റെ തന്നെ പ്രിന്റുകൾ വരുന്നതാണ്. ഓഹോ, ഇതിനൊക്കെ സ്ക്വയർ ഫീറ്റ് എന്ത് വില വരാൻ ചാൻസ് ഉണ്ട് ചേട്ടാ? ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനൊരു നമ്മൾ സാധാരണ ഡിജിറ്റൽ പ്രിന്റുകളുടെ ഡിസൈൻസ് കണക്റ്റഡ് ആവില്ല. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഡിസൈൻസ് എല്ലാം നമുക്ക് ഈച്ച് ആൻഡ് എവറി ഡിസൈൻസ് നമുക്ക് കണക്റ്റഡ് ആയിട്ട് ബുക്ക് മാച്ച് പോലെ കിട്ടും. അതാണ് ഇതിന്റെ ഈ ടൈലിന്റെ ഒക്കെ പ്രത്യേകത. സ്ലാബ് തന്നെ വരുന്നത്. ഡിജിറ്റൽ ടൈലിൽ സാധാരണ അതിന് യൂണിക്നെസ് കിട്ടില്ല. ഈ സ്ലാബുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനെല്ലാത്തിനും ഡിസൈൻസ് കണക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും. അത് ജസ്റ്റ് വെറുതെ ABC എന്ന് നോക്കണ്ട, ജസ്റ്റ് അതിന്റെ ആരോ മാർക്ക് നോക്കി വിരിച്ചാൽ മാത്രം മതി. ഇത് വളരെ സിമ്പിൾ ആയിട്ട് വിരിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇത് ബാക്കിൽ ആരോ മാർക്ക് ഉണ്ട്, ആരോ മാർക്ക് നോക്കി ലൈനോർക്ക് സിമ്പിൾ ആയിട്ട് വിരിച്ചു പോകാൻ പറ്റും. സ്പേസർ അപ്പോക്സ് ചെയ്യാൻ വേണ്ടി സ്പേസർ ഗ്യാപ്പ് ഇടുന്നതാണ് ഈ സ്പേസറിന്റെ സ്പേസർ എന്ന് പറയുന്ന സംഭവം. അത് നമുക്ക് 3mm 4mm 2mm പല മെഷർമെന്റിൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഫ്ലോറിംഗ് സൈസ് അനുസരിച്ച് വാളിനനുസരിച്ച് അതിന്റെ എവിടെ ആപ്ലിക്കബിലിറ്റി അനുസരിച്ച് നമുക്ക് അതിന്റെ സൈസ് മാറ്റി കൊടുക്കാം. പിന്നെ ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ അറിയാലോ, സ്പേസർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ബെൻഡ് പ്രശ്നങ്ങൾ, പിന്നീട് നമുക്ക് ടൈൽ പൊന്തിപ്പോ വരുന്ന വിഷയങ്ങൾ, ഇതിനൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഈ സ്പേസർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തടയാൻ സാധിക്കും. അതുമാത്രമല്ല എന്തെങ്കിലും കംപ്ലൈന്റ്സ് വന്നാലും ഈസി ആയിട്ട് അതെ, ഒരു ടൈൽ എടുക്കണമെങ്കിലും ഈ സാധനം സ്പേസർ നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഇപ്പൊ മോഡേൺ ഡേയ്സിൽ എല്ലാവരും ടൈൽസുകൾ ജോയിന്റ് ഫ്രീ എന്ന രീതി എല്ലാവരും മാറ്റി. ഇപ്പൊ എല്ലാം ഓട്ടോമിക്ക എല്ലാവരും നമ്മൾ കടക്കാരും കമ്പനി എല്ലാം പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ മസ്റ്റ് സ്പേസർ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. സ്പേസർ ചെയ്യുന്നത് ടൈലിന്റെ എക്സ്ട്രാക്ഷൻ ഒരു വികസനം ഉണ്ടാവില്ല. മറ്റേ ചൂട് വരുമ്പോൾ ആ പ്രശ്നം ഒരു പരിധി വരെ ഈ സാധനം തടയും. ടൈൽ പൊന്തി പോരാനുള്ള സാധ്യതയൊക്കെ ഇതുകൊണ്ട് മാറ്റാൻ തീർച്ചയായിട്ടും. ഈ പറയുന്ന പോലെ ഇത് വെറും ഒരു കട മാത്രമല്ല കേട്ടോ. നിങ്ങൾ ഈ പറയുന്ന പോലെ വീട് പണിയുടെ ഫ്ലോറിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടിപ്പുകളും കാര്യങ്ങളും എല്ലാം തരാനായിട്ട് ഇപ്പോൾ സഞ്ജയ് ചേട്ടനെ പോലെയുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട്. ഒരുപാട് ഹെൽപ്പുകൾ ഇവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെയും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ടൈലുകൾ ഉണ്ട്. ഇതൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് ഏകദേശം മണിക്കൂറുകളോളം നീണ്ടു പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ വന്നു കഴിയുമ്പോഴും ഒക്കെ ഒരുപാട് പല രീതിയിലുള്ള ഡിസൈൻസ് ആണ് കേട്ടോ. കാർവിംഗ് മോഡലുകളാണ് നമുക്കിപ്പോൾ വരുന്നത്. 4x2 നമ്മൾ നേരത്തെ പറഞ്ഞൊരു 4x2 ഡിജിറ്റൽ ടൈല് തന്നെ ഇപ്പോൾ പുതിയ മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു മോഡലാണ് കാർവിംഗ് മോഡൽ. ഇത് ഡിസൈൻ ഉള്ള ഒരു പുതിയ മോഡലാണ്. ഇത് ശരിക്കും ഇതിന്റെ നമ്മൾ മൊറോക്കൻ ഫിനിഷ് എന്ന് പറയും. മൊറോക്കൻ സ്റ്റൈലിലാണ് ഇതുപോലത്തെ ഡിസൈൻസ്. നമ്മൾ ശരിക്കും കിച്ചൺ ഡാഡോസിനൊക്കെയാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇതിപ്പോ നമുക്ക് കൂടുതലായിട്ട് പ്രചാരത്തിൽ വരുന്നുണ്ട്. ഇത് മൊറോക്കൻ സ്റ്റൈലിലുള്ള ടൈലാണ്. അപ്പൊ നമ്മൾ ആത്തൻകുടി ടൈൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അതിന്റെ ഒരു ആത്തൻകുടി ടൈൽസ് ഉണ്ട് നമ്മൾ ഹാൻഡ് മെയ്ഡ് ചെയ്യുന്നത്. അതിന്റെ ഇപ്പൊ ആ ഒരു പാറ്റേണിൽ വരുന്ന ഒരു ടൈലാണ് ഈ മൊറോക്കൻ ഫിനിഷിൽ നമുക്ക് ഉദ്ദേശിക്കുന്നത്. അതിന്റെ തന്നെ വെറൈറ്റീസ് ഉണ്ട്. അതിന്റെ തന്നെ ലീഫ് ടൈപ്പ് പ്രിന്റിംഗ് ഉണ്ട്. എക്സ്ട്രാ ഗ്ലോസ് ഒക്കെ വരുന്നുണ്ടല്ലേ. ഇതിലൊരു കാർവിംഗ്, ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിലൊരു ഇതുണ്ട്. ഇതിന് ഈ കാർവിംഗ്സിലൊക്കെ ഒരു ഗ്ലിറ്ററിംഗ് വരുന്നുണ്ട്. അപ്പൊ കാർവിംഗിൽ തന്നെ 4 വെറൈറ്റീസ് ഉണ്ട്. ട്രൈപ്പ് കാർവിംഗ്, മെറ്റാലിക് കാർവിംഗ് എന്ന് പറയും. അത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ടൈല് വാങ്ങിക്കുമ്പോൾ ഇതുപോലുള്ള കടയിൽ വന്ന് വാങ്ങിക്കണം. ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ് വീട് വെക്കത്തുള്ളൂ. അപ്പൊ ഇതുപോലുള്ള വലിയ കടയിൽ നിന്ന് വന്ന് വാങ്ങിക്കണം. ഇവിടെയൊക്കെയാണ് വലിയ കടകൾ, ഇതുപോലുള്ള കടകളിൽ പ്രൈസ് കുറച്ചാണ് ഇവർ വിൽപ്പന നടത്തുന്നത്. നമ്മൾ ചെറിയ കടയിൽ പോകുമ്പോഴാണ് നമുക്ക് ഹൈപ്പർ ആയിട്ടുള്ള ഒരു എമൗണ്ടിൽ വിൽപ്പന ഒരു റേറ്റ് വരുന്നത് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണ മാർബിൾസിന് സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഗുജറാത്തിലും രാജസ്ഥാനിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൃഷ്ണ മാർബിൾസ് സ്വന്തം ബ്രാൻഡിലാണ് ഇവർ ടൈൽസ് പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കുന്നത്. അതുകൊണ്ടാണ് മറ്റ് കടകളിൽ നിന്നും കുറഞ്ഞ വിലയിൽ കോമ്പറ്റേറ്റീവ് പ്രൈസിൽ ഇവർക്കിവിടെ വിൽപ്പന നടത്താൻ സാധിക്കുന്നത്. അല്ലേ സഞ്ജയ് ചേട്ടാ? ഗുജറാത്ത് ബേസിലാണ് ഓണേഴ്സ് വരുന്നത്. അവർക്ക് അവരുടെ കമ്പനികളും അവിടെ പ്രൊഡക്ഷൻ യൂണിറ്റുകളും അവരുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് അല്ല, ഏറ്റവും ആക്സസിബിൾ കൂടുതലാണ്. പർച്ചേസ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളിലും അവർക്ക് കുറച്ചും കൂടി അപേക്ഷിച്ച്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി റീസണബിൾ ആയിട്ട് നമുക്ക് നല്ല സാധനങ്ങൾ വില കുറച്ച് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. വളരെ വ്യത്യസ്തമായ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള വാൾപേപ്പർ ടൈലുകളുടെ ലോകത്തേക്കാണ് നിങ്ങളെ ഞാനിപ്പോ കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലേ ചേട്ടാ? സ്പെഷ്യാലിറ്റി എന്താണ്? ഇതിന്റെ പ്രത്യേകത നമ്മൾ ആദ്യം 90കളിലേക്കാണ് വാൾപേപ്പർ ടൈൽ ഒട്ടിക്കുകയാണ്. ഇപ്പൊ പഴയ കാലത്ത് എല്ലാ
പല ആളുകൾ അതെ അതെ അപ്പൊ ഇപ്പൊ അതിന്റെ ട്രെൻഡ് വീണ്ടും വന്നിരിക്കുകയാണ്. പക്ഷേ അപ്പൊ ഇത് അതിന് ആ വാൾപേപ്പർ മോഡലുള്ള ടൈലുകളാണിത്. വാൾപേപ്പർ നമുക്ക് രണ്ടാമത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കഴുകാൻ പറ്റില്ല. ഇതുകൊണ്ട് ഇതെന്താ വെച്ചാൽ ടൈൽ ഒട്ടിച്ച് നമുക്ക് ഇത് വാഷബിൾ ആണ്. നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇതിന്റെ ലൈഫ് കിട്ടും. 10, 40, 50 കൊല്ലം വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഷുവർ. പല പല ഡിസൈൻസ് ഉണ്ട് കേട്ടോ വാൾപേപ്പർ ടൈലുകളുടെ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ട്രെൻഡിങ് ഫോംസ് ഓഫ് ഡിസൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ രീതിയിലുള്ള വാൾപേപ്പേഴ്സ് എല്ലാം നമുക്ക് ഈ പറയുന്ന പോലെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഈ കാണുന്ന ഒരു കളർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ബോളിവുഡ് സിനിമകളോ അല്ലെങ്കിൽ പുതിയതായിട്ട് റിലീസ് ആയിട്ടുള്ള പരസ്യങ്ങളോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ഫോർമാറ്റ് കളർ ടീംസും നിങ്ങൾ അതായിരിക്കും അവർ ഏറ്റവും കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോഴും ഒരുപാട് പല രീതിയിലുള്ള വേറൊരു പ്രത്യേകത വെച്ചാൽ ഇതിനകത്ത് കിച്ചൺ വാൾ ടൈൽ ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് കിച്ചൺ ടാഡോ ടൈൽസും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നോക്കിക്കോളൂ. ചേട്ടാ ഇത് കുറെ ഉണ്ടല്ലോ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ്. ഇതിന്റെ കളേഴ്സ് നമുക്ക് ഇത് ഗ്ലോസി ആണ്. ഗ്ലോസി ഇത് കിച്ചൺ വാളിനും വാൾ ക്ലാഡിങ്ങും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ പ്രത്യേകിച്ച് കണ്ടിന്യൂറ്റി നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇത് എവിടെയാണ് എൻഡ് ചെയ്യണമെന്ന് തുടങ്ങണമെന്ന് അറിയാൻ പറ്റത്തില്ല. വളരെ ഇതായിട്ടുള്ള ടൈലാണ്. സബ്വേ ടൈൽസിന്റെ മോഡലാണ് ഇത്. സബ്വേ ടൈൽ നമുക്ക് വരുന്നത് സബ്വേ ടൈൽ ഇത് അതിന്റെ അതേ മോഡലുള്ള ടൈൽസ് ആണ്. സബ്വേ ടൈൽ മറ്റേത് സിംഗിൾ പീസ് ആയിട്ട് വരുന്നതിന് ഏകദേശം 140 സ്ക്വയർ ഫീറ്റ് വരുന്ന മോഡലാണ് സബ്വേ ടൈൽസ്. അതിന്റെ സെയിം ടൈൽ നമുക്ക് 50 രൂപ റേഞ്ചിൽ നമുക്ക് ആ സെയിം മോഡലിൽ നമുക്ക് ടൈലിൽ ഇവിടെ വില കിട്ടും. ഈ ടൈലുകൾ ഈ മോഡലുകൾ നമുക്ക് ഇതെല്ലാം 2023 ഡിസൈൻ ആണ്. ഇതിലെ ലേറ്റസ്റ്റ് ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ്. ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോഴും ഇതേ ഒരുപാട് പാറ്റേൺസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഫ്ലോറൽ ഡിസൈൻസ് ഉണ്ട്. ഇതൊന്നും എനിക്ക് തോന്നുന്നു വേറെ കേരളത്തിൽ വേറെ ഇത് വളരെ റെയർ ആയിട്ട് സംഭവമാണ്. കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. യൂണീക്ക് ആയിട്ടുള്ള ടൈൽസുകളാണ് ഇതെല്ലാം. ഇതെല്ലാം സ്ക്വയർ ഫീറ്റ് എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് ഇതെല്ലാം 50 രൂപീസ് സ്റ്റാർട്ട് ചെയ്യും. 50 രൂപീസിൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? എക്സ്ട്രാ മാർബിൾസ് നാച്ചുറൽ സ്റ്റോൺസിനും ഈ പറയുന്ന പോലെ നാച്ചുറൽ വാൾ ക്ലാഡിംഗ് ടൈൽസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഫ്ലോർ എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ അടുത്തിടയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഒരു മാസമായിട്ടുള്ളൂ. അപ്പൊ അങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ എന്തോ വെറൈറ്റി കാണിച്ചു തരാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്താണ് ഇവിടെ ഉള്ളത്? ഇതിപ്പോ നമുക്കിപ്പോ 240-80 സൈസ് സ്ലാബ്സ് ആണ് ഇരിക്കുന്നതെല്ലാം. ഇതെന്താന്ന് വെച്ചാൽ ഫുൾ ബോഡി സ്ലാബുകളാണ് ഇതിന്റെ പർപ്പസ് ഞാൻ കാണിക്കും. ഇതിപ്പോ മോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഗ്രാനൈറ്റ് എങ്ങനെ മോൾഡ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് മോൾഡ് ചെയ്യുമ്പോൾ കിച്ചൺ സ്ലാബിനൊക്കെ മോൾഡ് ചെയ്യുമ്പോൾ അതേ കളറിൽ തന്നെ നമുക്ക് എഡ്ജ് കിട്ടും. പിന്നെ ഇതിന്റെ വെച്ചാൽ ഇത് 15 mm തിക്നെസ്സിലാണ് വരുന്നത്. അപ്പൊ അതുപോലെ സ്ട്രെങ്ത് ഗ്രാനൈറ്റ് അതേ സ്ട്രെങ്ത് ഈ സാധനത്തിന് ഉണ്ടാവും. നമുക്ക് ഇത് സിറ്റ് ഔട്ടില് ഗ്രാനൈറ്റ് ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ സ്ലാബ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് പിന്നെ വേറെ ഗുണം എന്ന് വെച്ചാൽ ഗ്രാനൈറ്റിൽ നമുക്ക് വർഷങ്ങളായിട്ട് ലിമിറ്റഡ് ആയ കളേഴ്സ് മാത്രമേ നാച്ചുറൽ ആയിട്ട് കിട്ടുള്ളൂ. ഇതിലാകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനുള്ള സംഭവങ്ങൾ കിട്ടും. അതിന്റെ ഒന്നോ രണ്ടോ മൂന്നോ കളർ വളരെ. പിന്നെ അതിന്റെ അവൈലബിലിറ്റിയും വളരെ വിലയും വെച്ച് നോക്കുമ്പോൾ ബ്ലാക്കിനും ഒക്കെ നല്ല വില കൊടുക്കണം. അതിന് വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് റീസണബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണ് നമുക്ക് പ്രൈസ് വരുന്നത്? ഇത് 180 രൂപീസ് തുടങ്ങി നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഈ വൈറ്റ് നാനോ വൈറ്റ് പോലത്തെ വൈറ്റ് ഇപ്പൊ ആൽഫി വൈറ്റ് സോളിഡ് ബി അൻകോ എന്ന് പറഞ്ഞ ടൈലുണ്ട്. ഇത് നമുക്ക് ഓഫറിൽ 135 രൂപീസിന് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയും നമുക്ക് ആ റേറ്റിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. 135 രൂപീസിന് നമുക്ക് ഈ വൈറ്റ് 240 നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഷുവർ. അപ്പൊ ഈ കാണുന്നതാണ് ആ ഒരു വൈറ്റ്. അപ്പോൾ ഇതിന്റെ നാനോ വൈറ്റ് സ്ലാബിന് 420+ GST ആണ് അതിന്റെ മറ്റേ നാനോ വൈറ്റ് സ്ലാബിന് വരുന്നത്, കൊറിയൻ ഇമ്പോർട്ടഡ് സ്ലാബിന്. അതിന്റെ സെയിം ക്ലാരിറ്റി ഉള്ള ടൈലാണ് നമ്മൾ ഈ പറയുന്നത് 135 രൂപീസ് നമ്മൾ കൊടുക്കുന്നത്. അതെ, ഓക്കെ, ഷുവർ. പിന്നീട് ഇവിടെ വരുമ്പോൾ ഇത് എന്ത് മോഡലാണ്? ഈ പറയുന്ന കുറച്ച് ഇത് അതിന്റെ തന്നെ കാർവിംഗ് മോഡലാണ്. ഇപ്പൊ നമുക്ക് കിച്ചൺ സ്ലാബിനും മറ്റേ സിറ്റ് ഔട്ട് സ്റ്റെയറിന് എല്ലായിടത്തും ഫുൾ ബോഡി ഗ്രിപ്പ് കൊണ്ട് ഫുൾ ബോഡി സ്ലാബാണ്. മോൾഡിംഗിൽ അതേപോലെ തന്നെ കിട്ടുന്ന സ്ലാബ് സൈസിൽ വരുന്ന സ്ലാബ്സ് ആണിത്. അതിന്റെ കളേഴ്സ് ആണ് ഇരിക്കുന്നത്, കളക്ഷനാണ്. ഞാൻ ഇതുപോലെ ടൈലൊക്കെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ അതിന്റെ 4x2 മറ്റേ ഫുൾ ബോഡി ടൈൽസ് ആണ്. ഫുൾ ബോഡി തന്നെ ഒരു ഷുഗർ ഫിനിഷിൽ വരുന്ന ഒരു മോഡലാണ് ഫുൾ ബോഡിയിൽ. അതിന്റെ തന്നെ വൈറ്റ് ഉണ്ട്. ഇത് നല്ല ക്ലോസ് ആയിട്ടുണ്ടോ? സിറ്റ് ഔട്ടിലും അതുപോലെ തന്നെ മഴ കൊള്ളുന്ന സ്ഥലത്തൊക്കെ ഇടാൻ പറ്റിയ രീതിയിൽ എല്ലാത്തിനും ഒരുമാതിരി ഗ്രിപ്പുകളുണ്ട്. എല്ലാം ലപ്പോട്ട ഫിനിഷ് ആണ്. അതെ, ലപ്പോട്ട ഫിനിഷ് അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഉള്ള വീട് മോഡിഫൈ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു വീട് വെക്കാനായിട്ട് ഇരിക്കുന്ന ആളാണെങ്കിലും കേരളത്തിലെ ഏറ്റവും ട്രെൻഡിങ് ഡിസൈൻസ് ലഭിക്കുന്ന ഈ കടയിലേക്ക് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റു കടകളിലേക്ക് ഒന്ന് പോകണം. കാര്യം വെറൈറ്റി എൻ്റെ കണ്ണ് വരെ അന്വേഷിച്ച് പോയ അല്ലെങ്കിൽ ഷോക്കായി പോയ രീതിയിലുള്ള കാഴ്ചകളാണ് ഈ ഒരു കടയിൽ. അത്ര അധികം കളക്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല വില വെച്ച് നോക്കിയാലും കേരളത്തിലുള്ള മറ്റ് കടയായിട്ട് ഒരിക്കലും
കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇവരിവിടെ ഓരോ ഐറ്റംസും വിൽപ്പന നടത്തുന്നത് കേട്ടോ. അതിപ്പോൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ നാച്ചുറൽ ഗ്രാനൈറ്റിന്റെ സെക്ഷനിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ? ഇതെന്ന് വെച്ചാൽ ഇത് നമുക്ക് നാച്ചുറൽ ഗ്രാനൈറ്റിന്റെ കളക്ഷനാണ് ഇതിനകത്ത് നമ്മൾ സാമ്പിൾ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ 100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 100 രൂപ ഉണ്ടെങ്കിൽ ഗ്രാനൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ വൈറ്റ് 100 രൂപ, 120 രൂപ, അങ്ങനെ പല റേഞ്ചിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം നാച്ചുറൽ ആണ്. 15 to 60 mm ഉണ്ടാവും. ഓക്കെ, ഷുവർ. നമുക്ക് ഡെലിവറി ഒക്കെ ഫ്രീ ആണോ? ഇതെല്ലാം സൈറ്റ് ഡെലിവറി ആണ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. സൈറ്റ് ഡെലിവറി ചെയ്തു തരാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഷോപ്പിലുണ്ട്. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോഴും ഇതെല്ലാം നമുക്ക് ഇത് പാർക്കിംഗ് ടൈൽസ് ആണ്, ഹെവി ഡ്യൂട്ടി ടൈൽസ് ആണ് വരുന്നത്. ഹെവി ഡ്യൂട്ടി 12 to 13 mm തിക്നെസ്സിൽ വരുന്ന നമുക്ക് ഒരു 15 to 20 വരെ നമുക്ക് കപ്പാസിറ്റി ഉള്ള ടൈലുകളാണ് ഇതെല്ലാം. എത്ര ലോഡുള്ള വണ്ടി കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഏറ്റവും അധികം ഈ പറയുന്ന പോലെ നമ്മളെല്ലാവരും എവിടെ ചെന്നാലും കാണുന്ന ഒരു സംഭവമാണ് വാൾ ടൈലുകൾ അല്ലെങ്കിൽ വാൾ സ്റ്റോൺസ്. അപ്പൊ വാൾ സ്റ്റോൺസിന്റെ ഒരുപാട് 100 കണക്കിന് കളക്ഷൻസ് ആണ് കൃഷ്ണ മാർബിൾസ് കേട്ടോ. അതും ഏറ്റവും കുറഞ്ഞ വിലയിൽ. അപ്പോൾ ഇതൊക്കെയാണല്ലേ ഐറ്റംസ്. സ്റ്റോൺസ് ആണ്. എത്ര രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് 55 രൂപയെങ്കിൽ നമുക്ക് രാജസ്ഥാൻ സ്റ്റോൺസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആന്ധ്ര സ്റ്റോൺസ് ആണെങ്കിൽ നമുക്ക് 35 രൂപയെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാജസ്ഥാന്റെ സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് 55 രൂപയെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 12 ഇഞ്ച്, 3 ഇഞ്ച്, 15 ഇഞ്ച്, 2 ഇഞ്ച്, 15 ഇഞ്ച്, 4 ഇഞ്ച്, അങ്ങനെ ആ സൈസിലാണ് നമുക്ക് ചെറിയ സൈസിൽ വരുന്നത്. അതിന്റെ കളക്ഷനാണ് ഈ കാണുന്നത്. സ്റ്റോണുകളുടെ നാച്ചുറൽ സ്റ്റോണുകളുടെ കളക്ഷൻസ് ആണ് കാണുന്നത്. കണ്ടോ, വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കണ്ടോ, ഈ കാണുന്നതെല്ലാം നാച്ചുറൽ സ്റ്റോൺസ് ആണ്. കണ്ടോ, ഒരുപാട് വെറൈറ്റീസ് ഇവിടെ നമുക്കുണ്ട് കേട്ടോ. ഇതെല്ലാം ആന്ധ്ര സ്റ്റോണുകളാണ്. എല്ലാ രാജസ്ഥാൻ സ്റ്റോണുകളാണ്. ആന്ധ്ര സ്റ്റോണുകൾ വളരെ ഇതൊക്കെ ആന്ധ്രയാണ്. ആന്ധ്ര സ്റ്റോണുകളാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ ഒരു മോഡൽ ഇതെന്തെങ്കിലും വ്യത്യാസമുണ്ട്? മെയിൻ ആയിട്ട് ഇപ്പൊ എല്ലാവരും മറ്റേ ഭിത്തികളില്, എക്സ്റ്റീരിയർ വാളുകളിൽ ഒക്കെ ചെയ്യാനായിട്ട് ഈ ഒരു സൈസ് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? ഇതൊരു 65 രൂപ റേഞ്ചിൽ വരുന്ന പഗോഡ സ്റ്റൈലിൽ വരുന്ന ഒരു രാജസ്ഥാൻ മോഡൽ വരുന്ന ടൈലാണ്. സ്റ്റോൺ ആണ്. വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ എന്ന് പറയാൻ സാധിക്കും. വിഭിന്നമായിട്ടുള്ള ഡിസൈനുകളുടെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഈ കാണുന്നതും ഇതിന്റെ വേറെ സെഗ്മെന്റ് ആണ്. ഇതിപ്പോ നമ്മൾ മെഷിൽ ഒടിച്ച് വരുന്ന ഇത് 2 ടൈപ്പാണ് നാച്ചുറൽ സ്റ്റോൺസ് വരുന്നത്. നമ്മൾ 12 ഇഞ്ച് 4 ഇഞ്ച് ചെറിയ പീസുകളായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ബാക്കിൽ നെറ്റ് വെച്ചിട്ട് അതിന് മുകളിൽ സെറ്റ് പാറ്റേൺ ആയിട്ട് വരുന്നത്. അപ്പൊ യൂസ് ചെയ്യാനും നമുക്ക് ഒട്ടിക്കാനൊക്കെ എളുപ്പമായിരിക്കും. പശയിൽ വെറുതെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതിന്റെ ഒരു പാറ്റേൺ വഴി നമുക്ക് പെട്ടെന്ന് കിട്ടും. മറ്റേ ഓരോ പീസ് നമ്മൾ എടുത്ത് പെറുക്കി വെക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇതാകുമ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമുള്ള ടൈൽ യൂസ് ചെയ്യുന്ന നമുക്ക് ഇത് യൂസ് ചെയ്യാം. പക്ഷെ അതിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുമ്പോൾ ഒരു കുറച്ചുകൂടി വ്യത്യാസം വരും. 100 രൂപ, 90 രൂപ, 120 രൂപ റേഞ്ചിലേക്ക് ഓരോ ടൈൽ സ്റ്റോണിനെ ഡിപ്പെൻഡ് ചെയ്ത് വ്യത്യാസത്തിൽ വരും. കൂടുതലും ഏതാണ് ലാസ്റ്റ് ചെയ്യാനുള്ള? ഇതെല്ലാം നാച്ചുറൽ സ്റ്റോൺ. നമുക്ക് ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഇത് ഒരു കാരണവശാലും മങ്ങിപ്പോവേ കംപ്ലൈന്റ് വരുമെന്നും മഴയോ വെയിലോ എന്തുകൊണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഇൻ കേസ് നമുക്ക് ഈ ഒരു തിളക്കൊന്ന് കൂട്ടുന്നുണ്ടെങ്കിൽ ക്ലിയർ എന്നൊരു മെറ്റീരിയൽ നമുക്ക് എല്ലാ കടകളിലും കിട്ടും, മറ്റേ പെയിന്റ് കടകളിലും കിട്ടും. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഡാർക്ക്നെസ് പിന്നെയും അതുപോലെ തന്നെയാവും. അതിന്റെ ഡിഫറൻസ് നിങ്ങൾ കാണിച്ചിരിക്കുന്നവിടെ കാണാൻ പറ്റും. ക്ലിയർ അടിച്ചതും ക്ലിയർ അടിക്കാത്തതുമാണ് ഇതിന്റെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഷുവർ. അപ്പൊ ഈ മെഷിൽ പോവാനോ അങ്ങനെയൊക്കെയുള്ള മെഷീൻ നമുക്ക് ബാക്കിൽ നെറ്റ് ഉപയോഗിക്കുന്ന മറ്റേ പശ ഉപയോഗിച്ച് നമ്മൾ 90% എല്ലാവരും ഒട്ടിക്കുന്നത്. ഈ പശ അതിൽ ഭിത്തിയിലേക്ക് ചേരുമ്പോൾ നമ്മൾ ഇത് ഒട്ടിക്കാനുള്ള പ്രത്യേകം ഗ്രേഡ് കൂടിയ പശയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതിന്റെ ഹൈറ്റ് അനുസരിച്ച് പശയുടെ ഗ്രേഡ് കൂടി വരും. ഇത്ര ഡേറ്റിൽ ഇത്ര പശ ആ രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഉപയോഗിക്കുക. അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ആ പശ ഒരു കാരണവശാലും നമുക്ക് വിട്ടുപോരത്തില്ല. ഗ്യാരണ്ടിയുള്ള പശ. അതെ, ഒരുപാട് ഡിസൈനുകൾ പല രീതിയിലുള്ള ഡിസൈനിൽ വെച്ചിട്ടുണ്ടോ. ഇതെല്ലാം ക്ലിയർ അടിച്ചതോ അടിക്കാത്തതോ ആയിട്ടുള്ള രീതിയിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിട്ട് അവരിവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് ടൈലുകളിലേക്കാണല്ലേ പോകുന്നത്. അതിന്റെ തന്നെ ഇത് നാച്ചുറൽ സ്റ്റോണുകളാണ്. ഇത് സെറാമിക് വിട്രിഫൈഡ് ടൈൽ. അതിന്റെ തന്നെ സെഗ്മെന്റ് വേറെയാണ് വരുന്നത്. അതിന്റെ തന്നെ ഇപ്പൊ ഇതിനകത്ത് പുതിയ മോഡലുകൾ സ്റ്റോൺ ടൈപ്പിൽ തന്നെ വരുന്ന ടൈലുകളുണ്ട്, ഗ്ലിറ്ററിംഗ് ടൈപ്പ് വരുന്നുണ്ട്. ഇതിൽ ക്ലിയർ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ടൈലുകളൊന്നും ക്ലിയർ അടിക്കേണ്ട ആവശ്യമില്ല. സ്റ്റോണുകളിൽ മാത്രമാണ് നമുക്ക് ക്ലിയർ അടിക്കുമ്പോൾ അതിന്റെ ആ ഇത് ഗ്ലോസിനെസ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നത്. ഇതിനകത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ഉണ്ടാവും. സ്ക്വയർ ഫീറ്റ് സ്റ്റാർട്ടിങ് 30 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് സാധാ ക്ലാഡിങ്. പിന്നെ അതിന്റെ ഓരോ കാറ്റഗറി അനുസരിച്ച് ഞാൻ പറഞ്ഞ പ്രൊജക്ഷൻ അനുസരിച്ച് അതിന്റെ സൈസ് അനുസരിച്ച് അതിന് ഓരോ ഇതനുസരിച്ച് റേറ്റുകൾ മാറി ടൈലുകളുടെ സെഗ്മെന്റ് ഫിനിഷുള്ള വാൾ ടൈലുകളുടെ സെക്ഷനാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൃഷ്ണ മാർബിൾസിന്റെ വിശേഷങ്ങൾ. നമ്മുടെ കേരളത്തിൽ ഏറ്റവും വിലക്കുറവിൽ ഗ്രാനൈറ്റുകളും ടൈലുകളും വാൾ ക്ലാഡിങ്ങുകളും ഒക്കെ വിൽപ്പന നടത്തുന്ന ഒരേ ഒരു ഷോപ്പ് നമ്മുടെ കൃഷ്ണ മാർബിൾസ് ആണ്. ഇതിനോടകം തന്നെ നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് അത് ഹെൽപ്ഫുൾ ആയി എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ നമുക്ക് പോസിറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ നമ്മളോട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ പഴയ വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും ഇതുപോലുള്ള ഷോപ്പുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള
ടൈലുകൾ അല്ലെങ്കിൽ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അത് മാത്രമല്ല ഇവിടെ നിന്നും കേരളത്തിന്റെ എല്ലായിടത്തേക്കും ഓൺ സൈറ്റ് ഡെലിവറി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ? സഞ്ജയ് ചേട്ടനൊക്കെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം, ഇവരെ വിളിച്ച് ചോദിച്ചാൽ മതി. ചേട്ടാ എന്തെങ്കിലും ഓഡിയൻസിനോട് സ്പെഷ്യൽ ആയിട്ട് പറയാനുണ്ടോ? നമ്മളിപ്പോ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഓഫറും ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു കസ്റ്റമർക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ ഓഫറുകളുടെ പിന്നാലെ വൺ ടൈം ഐറ്റംസ് ലോട്ടുകൾ അങ്ങനെ ഐറ്റംസിന്റെ പിന്നാലെ പോകാറ് ജെന്യുവൻ ആയിട്ട് നമ്മൾ ഷോപ്പുകളിൽ പോയിട്ട് സർവീസ് ഉള്ള കടകളിൽ, അതായത് നമുക്കൊരു ബോക്സ് പൊട്ടിയ ഡാമേജ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ കിട്ടുന്ന അല്ലെങ്കിൽ സർവീസ് ഗ്യാരണ്ടി ചെയ്യുന്ന കടകളിൽ പോയിട്ട് നല്ല ടൈലുകൾ മേടിക്കണം. അതായത് ഏറ്റവും ജെന്യുവനായ ഷോപ്പുകളിൽ പോയി നമ്മൾ പർച്ചേസ് ചെയ്യാനാണ് നമ്മൾ ഏറ്റവും നല്ലതായിരിക്കും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഡെഫിനറ്റ്ലി ചേട്ടൻ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിലുള്ളതാണ്. അപ്പോൾ ഇവരുടെ സർവീസ് ഉള്ള കടയിൽ പോയി കഴിഞ്ഞിട്ട് നാളെ ഒരു കാലത്ത് എന്തെങ്കിലും തേയ്മാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടലോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്കത് ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല, ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോംസിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം വരുന്നത്. സോ നമ്മുടെ പേജ് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക, എല്ലാ ദിവസവും മാക്സിമം ഒന്ന് സെർച്ച് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉപകാരപ്പെടുന്ന കണ്ടന്റുകളാണ് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചേട്ടാ. താങ്ക് യു. അപ്പോൾ ഓക്കെ, ബൈ.